ഇറാന്റെ കപ്പൽ ആക്രമിച്ചതിലൂടെ യുക്രൈൻ പശ്ചിമേഷ്യൻ സംഘർഷത്തിലേക്ക് നേരിട്ട് കടന്നുവന്നു. ഇറാൻ ഇപ്പോൾ ഏറ്റവും ഗൗരവമായി പരിശോധിക്കുന്ന ചോദ്യം അത് തന്നെയാണ്. കാരണം ഈ ആക്രമണത്തെ അത്ര നിസ്സാരമായി കാണാൻ ടെഹ്റാൻ തയ്യാറല്ല. യുക്രൈന്റെ ഈ നീക്കത്തിന് പിന്നിൽ വലിയൊരു അജണ്ട ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. അതിലുപരി ആക്രമണം നടന്നത് ഇറാന്റെ ഏറ്റവും സുരക്ഷിതമായ കാസ്പിയൻ കടലിലാണ്. അതിനാൽ ഇത് വെറും ഒരു കപ്പൽ ആക്രമണമല്ല, വലിയൊരു ജിയോ പൊളിറ്റിക്കൽ സന്ദേശമാണ് എന്നാണ് ടെഹ്റാൻ കാണുന്നത്. എന്തായാലും ഈ നീക്കത്തെ മുളയിലേ നുള്ളാനുള്ള തയ്യാറെടുപ്പിലാണ് ഇറാൻ എന്ന് ഉറപ്പിക്കാവുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. യുക്രൈന് ശക്തമായ മറുപടി ഉറപ്പാണെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞതും ഈ സാഹചര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ആ മറുപടി എങ്ങനെയായിരിക്കും? റഷ്യയുമായി ചേർന്നാണോ ഇറാൻ നീങ്ങുക, അതോ നേരിട്ട് യുക്രൈനെ ലക്ഷ്യമിടുമോ, അല്ലെങ്കിൽ ലോകം പ്രതീക്ഷിക്കാത്ത മറ്റേതെങ്കിലും വഴി ടെഹ്റാൻ തിരഞ്ഞെടുക്കുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി മാത്രം, അതുമല്ലെങ്കിൽ റഷ്യൻ ആയുധ ശൃംഖലയെ തകർക്കാൻ വേണ്ടി മാത്രം യുക്രൈൻ തങ്ങളെ ആക്രമിക്കില്ല എന്നതാണ് ഇറാൻ ഉറപ്പിക്കുന്നത്. ഒപ്പം ഇസ്രയേലിന്റെ പങ്കും ഇറാൻ സംശയിക്കുന്നു. ഈ സംഭവത്തിന് പിന്നിലെ തന്ത്രങ്ങളും പ്രത്യാഘാതങ്ങളും പുതിയ നീക്കങ്ങളും വിശദമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ വാർത്തകളുടെ ഉള്ളറിയാം.